അതായത് ഞാൻ ഫസ്റ്റ് നോട്ട് ചെയ്തത് സച്ചിൻ ഒരു ഇത് പറഞ്ഞിരുന്നില്ലായിരുന്നു. ഒരു പടം വരയ്ക്കുമ്പോൾ നമ്മൾ ഈ എന്താ പറയുക, ടെന്നീസുകാരുടെ ഒരു ടെന്നീസ് കോർട്ടിൽ നമ്മൾ കളിക്കുമ്പോൾ എങ്ങനെ നോക്കിയിരിക്കണം ആ സ്റ്റൈലിൽ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞില്ലായിരുന്നു. അതെ അതെ. റഫറൻസ് പിക്ചർ നോക്കുക, നമ്മുടെ നോക്കുക, അങ്ങനെ തീർച്ചയായും അത് വളരെ യൂസ്ഫുള്ളാണ്. എനിക്കത് വളരെ യൂസ്ഫുള്ളായി എഫക്റ്റീവ് ആയിട്ട് തോന്നി, ഫസ്റ്റ് പോയിന്റ് തന്നെ. പിന്നെ അതേമാതിരിയുള്ള ഓരോ ടിപ്സും ഉണ്ടല്ലോ, ചിലപ്പോൾ സച്ചിൻ എൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും അത്. ചിലത് നമ്മൾ റിയാലിറ്റി വർക്ക് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഭയങ്കര ചേഞ്ച്, മാജിക് ചേഞ്ച് ആണ് ഇത്. സ്മോൾ ചേഞ്ച് ക്യാൻ ബിഗ് ഡിഫറൻസ് എന്നല്ലേ, ഭയങ്കര ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഒബ്സർവേഷൻ ലെവല് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. ചിത്രകലയെ കുറിച്ച് എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആരും അങ്ങനെ ചിത്രകലയായിട്ട് യാതൊരുവിധ അടുപ്പമില്ലാത്തവരായിരുന്നു. പക്ഷെ ഞാൻ 5ാം ക്ലാസ് തൊട്ടാണ് ഞാൻ ചിത്രകലയിലേക്ക് എങ്ങനെയോ വന്നു വിട്ടു. അത് വന്നത് എനിക്കറിയില്ലായിരുന്നു. എനിക്ക് എൻ്റെ വീട് മുളകന്ത വീടിൻ്റെ അടുത്തായിരുന്നു തറവാട് ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു ഞാൻ. അപ്പം എനിക്ക് ആദ്യം വരച്ച പടം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വീട്ടിലെ ചെമ്മീനിലാണ് വരച്ചത്. ഒരു താറാവിനെയാണ് വരച്ചു തുടങ്ങിയത്. അതിനുശേഷം ഞാൻ വരച്ചു തുടങ്ങി. അതുവരെ എൻ്റെ ഒരു നേച്ചർ ഭയങ്കര വയലൻ്റ് ആയിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ വീട്ടിലിറങ്ങി വാഴ വെട്ടുക, ചേമ്പ് വെട്ടുക, അങ്ങനെ ഭയങ്കര വയലന്റ് നേച്ചറൊക്കെ ആയിരുന്നു. അതിനുശേഷം 5ാം ക്ലാസ് തൊട്ട് നേച്ചറേ മാറിപ്പോയി, അങ്ങനെ ഇൻവേർഡായി പോയി. പിന്നെ വരയിൽ കൂടുതൽ ശ്രദ്ധയായി. 5ാം ക്ലാസ്സിൽ തന്നെ എനിക്ക് പ്രൈസുകളൊക്കെ കിട്ടി തുടങ്ങി. അങ്ങനെ ഞാൻ വരയിൽ ഇതായി. അപ്പോഴും പെൻസിൽ ഡ്രോയിങ് അങ്ങനെ എനിക്ക് അത്ര പ്രാക്ടീസ് ഒന്നുമില്ല. മീൻസ് നമുക്കറിയാലോ, ഞങ്ങളുടെ സമയത്തൊക്കെ എന്ന് വെച്ചാൽ ഡ്രോയിങ് ക്ലാസ് എന്ന് വെച്ചാൽ ആഴ്ചയിലൊരു, ഞാൻ സെൻറ് തോമസ് സ്കൂളിലാണ് പഠിച്ചത്, അവിടുത്തെ തന്നെ. അപ്പോൾ ആഴ്ചയിൽ ഒരു അവർ ഡ്രോയിങ് ക്ലാസ് ഉണ്ടാവും, ഒരു പീരീഡ്. അതിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലേണിംഗ് ഒന്നുമില്ല. പിന്നെ നമ്മൾ വരയ്ക്കും. എല്ലാ ക്ലാസ്സുകളിലും പ്രൈസുകൾ കിട്ടി. അത് കഴിഞ്ഞ് പഠിച്ചത് സെൻറ് തോമസ് കോളേജിലാണ്. അത് കഴിഞ്ഞ് ഇത് പഠിച്ചത് പാലക്കാടാണ്. അപ്പോൾ പിന്നെ പക്ഷെ വരയ്ക്കുന്ന കോളേജ് ടൈമിലൊക്കെ എനിക്ക് പ്രൈസുകൾ കഷ്ടമായി കിട്ടിയിരുന്നു. അപ്പോഴും പെൻസിൽ ഡ്രോയിങ് എനിക്കൊരു ടഫസ്റ്റ് ഫീൽഡായിട്ട്, മീൻസ് ഞാൻ അതിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ബാക്കിയെല്ലാം ചെയ്യായിരുന്നു. പഠിക്കുന്ന സമയത്ത് കൊളാഷ് ചെയ്യായിരുന്നു, ക്ലേ മോഡലിംഗ് ചെയ്യും, പിന്നെ പെയിൻറ്റിങ് ചെയ്യും, അങ്ങനെ എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷേ പെൻസിൽ ഡ്രോയിങ് മാത്രം ഞാൻ ഒന്നാമത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എനിക്ക് എപ്പോഴും പെയിൻറ്റിങ്ങിനോടായിരുന്നു താല്പര്യം. താങ്ക് യു വെരി മച്ച്. ഏതായാലും ഇങ്ങനത്തെ ഒരു, ഞാൻ പറയാച്ചെങ്കിൽ സച്ചിനെമാതിരി അങ്ങനത്തെ ഒരാളെ കാണുന്നത് അല്ല ഉണ്ട്, പക്ഷെ അങ്ങനത്തെ ഒരു കമ്മിറ്റഡും ഒരു പാഷനായിട്ട് എടുത്തിട്ട് ചെയ്യുന്നതുണ്ടല്ലോ. ടീച്ചിങ് ആണെങ്കിലും ഒരു പാഷനായിട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ലൈഫ് ഈസി ആയിരിക്കും. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനസ് ഹബ്ബ് സ്റ്റുഡൻസ് കൂട്ടായ്മയുടെ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ജേണി അവതരിപ്പിക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് എങ്ങനെയാണ് ആക്ഷൻസ് എടുത്തത്. നമുക്ക് ആക്ഷൻ എടുത്താൽ മാത്രമേ റിസൾട്ട് കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അവർ എടുത്ത ആക്ഷൻസ് നേരിട്ട് മനസ്സിലാക്കുന്ന വഴി മറ്റുള്ളവരിലേക്കും ഇൻസ്പിറേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം സാറിന് വിളിക്കണ്ടെന്ന് പറഞ്ഞു. സോ രാജൻ ചേട്ടൻ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എവിടെയാണ് സ്ഥലം, എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാവോ? ഓക്കെ, എൻ്റെ പേര് രാജൻ. 54 വയസ്സായി. ഞാൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫീൽഡ് എന്ന് വെച്ചാൽ കൺട്രോൾ ആൻഡ് ഓട്ടോമേഷൻ സ്പെഷ്യലിസ്റ്റാണ്. അതായത് ഇൻസ്ട്രുമെൻറ്റേഷൻ. സച്ചിന് വേണ്ടി അറിയായിരിക്കും, ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും അല്ലേ? കാരണം നോർമലി നോൺ ടെക്നിക്കൽ പീപ്പിളിന് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് വെച്ചാൽ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൺട്രോൾ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാനൊരു 93 തൊട്ട് എബ്രോഡ് തന്നെയാണ്. പിന്നെ എൻ്റെ വീട് തൃശ്ശൂരാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്, കുറുക്കഞ്ചേരി എന്ന് പറയും. അപ്പോൾ അവിടെ തന്നെയാണ് വീട്.
ഞാൻ ജോലി ചെയ്യുന്നതെന്ന് വെച്ചാൽ 4 ആഴ്ച ജോലി, 4 ആഴ്ച ലീവ്, അങ്ങനെയുള്ള ലീവ് സൈക്കിളിലാണ്. അപ്പോൾ ജോലി സമയത്താണ് എനിക്ക് കുറച്ചും കൂടി ഫ്രീ ടൈം കിട്ടാറ്. വീട്ടിലെത്തിയ പിന്നെ ഇഷ്ടംമാതിരി എൻ്റെ ഫാമിലി പറയുകയാണെങ്കിൽ വൈഫ് അഡ്വക്കേറ്റ് ആണ്, കൊച്ചിയിൽ തൃശ്ശൂർ കോട്ടയിൽ പാട്ടിരുന്നു, തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട അങ്ങനെ എല്ലായിടത്തും പോകുന്നുണ്ട്. മോൻ ഇപ്പോൾ BArch കഴിഞ്ഞു, ആർക്കിടെക്ചർ കഴിഞ്ഞു. റിസൾട്ട് തീസിസിന്റെ റിസൾട്ട് വന്നു, കോളേജ് ടോപ്പറാന്ന് പറഞ്ഞു. ബാക്കിയുള്ള എന്തെങ്കിലും റിസൾട്ട് അറിയാമെന്നുണ്ട്. പിന്നെ മോള് ഇപ്പോൾ 11th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. അതാണ് എൻ്റെ ഫാമിലി. ചിത്രകലയിലേക്ക് എന്ന് മുതലാ വന്നു തുടങ്ങിയ ആ ഒരു കാര്യം പറയാം. ചെറുപ്പത്തിൽ ആ അതെ വരയ്ക്കായിരുന്നു. അതെ 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 അതെ, ഞാൻ തീർച്ചയായും അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ചിത്രകലയെ കുറിച്ച് എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആരും അങ്ങനെ ചിത്രകലയായിട്ട് യാതൊരുവിധ അടുപ്പമില്ലാത്തവരായിരുന്നു. പക്ഷെ ഞാൻ 5ാം ക്ലാസ് തൊട്ടാണ് ഞാൻ ചിത്രകലയിലേക്ക് എങ്ങനെയോ വന്നു വിട്ടു. അത് വന്നത് എനിക്കറിയില്ലായിരുന്നു. എനിക്ക് എൻ്റെ വീട് മുളകന്ത വീടിൻ്റെ അടുത്തായിരുന്നു തറവാട് ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു ഞാൻ. അപ്പൊ എനിക്ക് വരയ്ക്കാൻ ആദ്യം വരച്ച പടം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വീട്ടിലെ ചെമ്മരിലാണ് വരച്ചത്. ഒരു താറാവിനെയാണ് വരച്ചു തുടങ്ങിയത്. അതിനുശേഷം ഞാൻ വരച്ചു തുടങ്ങി. അതുവരെ എൻ്റെ ഒരു നേച്ചർ ഭയങ്കര വയലന്റ് ആയിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യാ, വീട്ടിലിറങ്ങി വാഴ വെട്ടുക, ചേമ്പ് വെട്ടുക, അങ്ങനെ ഭയങ്കര വയലന്റ് നേച്ചറൊക്കെ ആയിരുന്നു. അതിനുശേഷം 5ാം ക്ലാസ് തൊട്ട് നേച്ചറേ മാറിപ്പോയി, ഇങ്ങനെ ഇൻവേർഡ് ആയിപ്പോയി. പിന്നെ വരയിൽ കൂടുതൽ ശ്രദ്ധയായി. 5ാം ക്ലാസ്സിൽ തന്നെ എനിക്ക് പ്രൈസുകളൊക്കെ കിട്ടി തുടങ്ങി. അങ്ങനെ ഞാൻ വരയിൽ ഉണ്ടായി. അപ്പോഴും പെൻസിൽ ഡ്രോയിങ് അങ്ങനെ എനിക്ക് അത്ര പ്രാക്ടീസ് ഒന്നുമില്ല. മീൻസ് നമുക്കറിയാലോ, ഞങ്ങളുടെ സമയത്തൊക്കെ എന്ന് വെച്ചാൽ ഡ്രോയിങ് ക്ലാസ് എന്ന് വെച്ചാൽ ആഴ്ചയിലൊരു, ഞാൻ സെന്റ് തോമസ് സ്കൂളിലാണ് പഠിച്ചത് അവിടുത്തെ തന്നെ. അപ്പോൾ ആഴ്ചയിൽ ഒരു അവർ ഡ്രോയിങ് ക്ലാസ് ഉണ്ടാവും, ഒരു പീരീഡ്. അതിൽ നമുക്ക് എന്താ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലേണിംഗ് ഒന്നുമില്ല. പിന്നെ നമ്മൾ വരയ്ക്കും. എല്ലാ ക്ലാസ്സുകളിലും പ്രൈസുകൾ കിട്ടി. അത് കഴിഞ്ഞ് പഠിച്ചത് സെന്റ് തോമസ് കോളേജിലാണ്. അത് കഴിഞ്ഞ് ഇത് പഠിച്ചത് പാലക്കാടാണ്. അപ്പൊ പിന്നെ പക്ഷെ വരയ്ക്കുന്ന കോളേജ് ടൈമിലൊക്കെ എനിക്ക് പ്രൈസുകളൊക്കെ ഇഷ്ടമായി കിട്ടിയിരുന്നു. അപ്പോഴും പെൻസിൽ ഡ്രോയിങ് എനിക്കൊരു ടഫസ്റ്റ് ഫീൽഡായിരുന്നു. മീൻസ് ഞാൻ അതിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ബാക്കിയെല്ലാം ചെയ്യായിരുന്നു. പഠിക്കുന്ന സമയത്ത് കൊളാഷ് ചെയ്യായിരുന്നു, ക്ലേ മോഡലിംഗ് ചെയ്യും, പിന്നെ പെയിന്റിങ് ചെയ്യും, അങ്ങനെ എല്ലാം ചെയ്യായിരുന്നു. പക്ഷേ കൊളാഷ്, പെൻസിൽ ഡ്രോയിങ് മാത്രം ഞാൻ ഒന്നാമത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എനിക്ക് എപ്പോഴും പെയിന്റിങ്ങിനോടായിരുന്നു താല്പര്യം. അത് കഴിഞ്ഞു ഞാൻ പിന്നെ ജോലിക്ക് പോയി. കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് അപ്രന്റീസ്ഷിപ്പ് ചെയ്തത്. അതിനുശേഷം പിന്നെ ഞാൻ 1 വർഷത്തിനുള്ളിൽ ഞാൻ സിംഗപ്പൂർ പോയി. അങ്ങനെ ആ സമയങ്ങളിൽ ഒന്നാമത് നമ്മുടെ റിക്വയർമെന്റും വീട്ടിലെ ജോലിയുടെ ഇതുമായിട്ട് ഞാൻ ചിത്രകലയോട് കുറച്ച് അകന്നിരുന്നു. അപ്പോഴും വരയ്ക്കണം എന്നുള്ളൊരു മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരുവിധം സെറ്റിലായപ്പോൾ ഒരു അബുദാബിയിലെ പിറ്റോട്ട് പിന്നെ ഞാൻ വരച്ചു തുടങ്ങിയത് ആദ്യം വരച്ചത് ഓയിൽ പെയിന്റിംഗ് ആയിരുന്നു. അത് പ്രത്യേകിച്ച് അറിയൊന്നുമില്ലായിരുന്നു. ഞങ്ങളുടെ ഇവിടെ തൃശ്ശൂർ ഇവിടെ ഹൈറോഡിലൊരു കടയുണ്ട്, ആർട്ട് സെന്റർ എന്ന് പറഞ്ഞിട്ട്. അറിയാം. അവിടെയാണ്. അറിയോ? അറിയാം. ഓക്കെ ഓക്കെ. ആളുടെ കയ്യിൽ നിന്നാണ് ഞാൻ, അപ്പൊ ആളിനോടാണ് ഞാൻ അങ്ങനെ വെറുതെ അങ്ങനെ ഡിസ്കസ് ചെയ്തു. ഓയിൽ കളറിനെ എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ വെറുതെ അങ്ങനെ ഡിസ്കസ് ചെയ്തു. അപ്പൊ ആളുടെ മോനൊരു ആർട്ടിസ്റ്റ് ആണെന്ന് പറയുന്നു. അപ്പൊ ആള് പറഞ്ഞു ഇങ്ങനെ ലീഡ് സിം ഓയിൽ വെച്ചിട്ടാണ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വാങ്ങിച്ചു, ഓയിൽ കളർ വാങ്ങിച്ചു, വെറുതെ ഒരു ക്യാൻവാസ് വാങ്ങി തുടങ്ങി. എനിക്ക് ഒരു കളർ കോമ്പിനേഷൻ എപ്പോഴും നന്നായിട്ട് ഇങ്ങനെ വരുമായിരുന്നു. അങ്ങനെ ഞാൻ ലയറിങ് അങ്ങനെ ഒന്നും തുടങ്ങിയിട്ടില്ല, നമ്മുടേതായിട്ടുള്ള സ്റ്റൈലിൽ അങ്ങനെ തുടങ്ങി. അപ്പോൾ അതിനുശേഷം ഞാൻ കുറെ ഓയിൽ പെയിന്റിങ്സ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അക്രലിക് തുടങ്ങി. അപ്പോഴും ഞാൻ യൂട്യൂബ് ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇത് തുടങ്ങി. പിന്നെ കോവിഡിന്റെ ടൈമിലാണ് ഞാൻ കുറച്ചും കൂടി വാട്ടർ കളർ ഒന്നും കൂടി, എന്താ പറയുക, റിയലിസ്റ്റിക് വാട്ടർ കളറൊക്കെ ഒന്ന് ചെയ്തു തുടങ്ങി. അതിനു മുമ്പ് നമ്മൾ ക്രിയേറ്റീവായിട്ട് അങ്ങനെ ചെയ്യണ്ടായിരുന്നു. അതിനുശേഷം അപ്പോഴാണ് ഞാൻ പോർട്രേറ്റ് വരയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തി തുടങ്ങി. അതിനു മുമ്പ് ഞാൻ ഗ്രിഡിലൊക്കെ വരച്ചിരുന്നു കേട്ടോ. ഗ്രിഡില് മറ്റേ ശ്രീശ്രീദേവിയൊക്കെ വരച്ചിരുന്നു. ഓയിൽ പെയിന്റിങ് ചെയ്തിരുന്നു. അത് അത്യാവശ്യം ചായയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും
എന്താ പറയാ, മുഖത്തൊരു പെർഫെക്ഷനിസം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആഹ് അത് ഗ്രിഡിലാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ആ ഗ്രിഡിലല്ലാണ്ട് കോവിഡ് ടൈമിൽ വാട്ടർ കളർ ചെയ്തു ഒന്ന് രണ്ടെണ്ണം. ഞാനത് റീസെന്റ് സച്ചിന് ഞാൻ വാട്സപ്പ് ചെയ്തിരുന്നു. ഇത് വൈഫിന്റെ ആയിരുന്നു ചെയ്തിരുന്നത്. വൈഫ് ആണെങ്കിൽ, ഞാനെന്ന് വെച്ചാൽ അധികം സംസാരിക്കാത്തതും, വൈഫ് ഓപ്പോസിറ്റുമാണ്. വക്കീലാണല്ലോ, പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ആള് അന്ന് തൊട്ട് എന്നെ കൊന്നു കൊല വിളിച്ചു തുടങ്ങി. ഇനി ഇത് വരയ്ക്കണ്ട കേട്ടോ, മനുഷ്യരെ വരയ്ക്കണ്ട, രാജേട്ടന് മൃഗങ്ങളെ വരച്ചാൽ നന്നായിരിക്കും, അത് വരച്ചാൽ മതി എന്ന്. അങ്ങനെ ഞാൻ മൃഗങ്ങളും എന്റെ പെട്ടി അങ്ങനെയൊക്കെ വരച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സച്ചിന്റെ ക്ലാസ് കണ്ടതും. അപ്പോഴാണ് ഞാൻ ആദ്യം ജോയിൻ ചെയ്തപ്പോൾ കഴിഞ്ഞ മെയിലായിരുന്നു. അപ്പൊ ഞാൻ അവിടെ വെച്ചായിരുന്നു. അപ്പൊ അന്ന് A to Z ഞാൻ അയച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു, സച്ചിൻ എന്നോട് സജസ്റ്റ് ചെയ്തു A to Z പെൻസിൽ ഡ്രോയിങ് ചേരാൻ പറഞ്ഞിട്ട്. പക്ഷെ അന്ന് അത് പറഞ്ഞപ്പോൾ 2 മാസത്തെ കോഴ്സായിരുന്നു. അപ്പൊ എൻ്റെ എന്താ വർക്കിംഗ് സൈക്കിളായിട്ട് അത് ഒരിക്കലും കോപ്പപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും വന്നിട്ട് ഞാൻ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നു ചേർന്നപ്പോഴാണ് ഈ ലൈഫ് ലോങ് എന്താ പറയാ, ലൈഫ് ലോങ് എഴുതുന്നുള്ള അതുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്തതാണ്. പിന്നെ വരച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു ഒരു ഹാഫ് ഫസ്റ്റ് അസൈൻമെന്റ് ഇല്ലായിരുന്നു, അത് ഞാൻ അസൈൻമെന്റ് ചെയ്തിരുന്നു. പിന്നെ എനിക്ക് ആക്ച്വലി ഞാൻ എന്താ പറയാ, ഞാൻ ഷെല്ലിന്റെ ജോയിന്റ് വെഞ്ചർ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി ഞാൻ ഇഷ്ടമാതിരി മാനേജ്മെന്റ് ട്രെയിനിങ്സ് ഒക്കെ ഇഷ്ടമാതിരി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, UK-ലും സിംഗപ്പൂർ. അപ്പോ സച്ചിന്റെ ക്ലാസ്സസ്, പകുതി ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി അങ്ങനെ കുറെ കേട്ടതാണ്. അപ്പൊ എനിക്കത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. കാരണം നമ്മൾ പ്രതീക്ഷിച്ച മാതിരിയല്ല അത്. സച്ചിന്റെ ആദ്യത്തെ ഒരു ഇൻട്രോ എന്നല്ല എനിക്കിത് മനസ്സിലായിരുന്നു. ഒരു ഡിഫിക്കൽട്ട്, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ചാണ് സച്ചിന്റെ. പക്ഷേ ക്ലാസ്സസ്, പ്രത്യേകിച്ച് ആ ഇൻട്രൊഡക്ഷനും അത് ക്ലാസ്സസ് കേട്ടപ്പോഴാണ് എനിക്ക് തീർച്ചയായും ആക്ച്വലി ഇത് സംതിങ് മോർ ദാൻ വാട്ട് ഐ എക്സ്പെക്റ്റഡ്. അതെനിക്ക് ഭയങ്കര എഫിഷ്യൻ്റ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ഓരോ ഇതും, കാരണം ഞാൻ കുറെ റിമെമ്പേഴ്സ് ചെയ്തു. കാരണം ഞാൻ 2007 ഞാൻ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്ത് എനിക്ക് 2 വർഷം ട്രെയിനിങ്സ് ഉണ്ടായിരുന്നു, മാനേജ്മെന്റിൻ്റെ അതിൻ്റെ ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ കുറേയൊക്കെ റിമെമ്പർ ചെയ്യാൻ പറ്റി. പിന്നെ എൻ്റെ ടൈം ഷെഡ്യൂളിംഗ് എന്ന് വെച്ചാൽ ഞാൻ കൃത്യമായിട്ട് ടൈം ഷെഡ്യൂളിംഗ് എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ ജോലി അങ്ങനെയാണ്. പക്ഷെ എങ്ങനെയെങ്കിലും ഞാൻ സമയം കണ്ടെത്തി വർക്ക് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നാളെയോ അല്ലെങ്കിൽ അധികം അത് ചെയ്യും. പിന്നെ വീട്ടിൽ വരുമ്പോൾ മാത്രമാണ് മക്കളും പിള്ളേരും ഒക്കെ അറിഞ്ഞ് കുറെ വർക്കുകൾ. എനിക്ക് ടെക്നിക്കൽ ഫീൽഡും ഭയങ്കര താല്പര്യമുള്ളതാണ്. അപ്പോൾ അതിലും ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്, എൻ്റെ ലോജിക്. അപ്പൊ അങ്ങനെ ചിലപ്പോൾ ആ ഡൈവേർഷനിൽ പോവും, ചിലപ്പോൾ ഈ ഡൈവേർഷൻ. എങ്കിലും ചിത്രകല എപ്പോഴും പിന്നെ എപ്പോഴും ഞാൻ ഒബ്സർവേഷൻ നിന്നായിരുന്നു. എനിക്കിപ്പോ പിന്നെ സച്ചിന്റെ നല്ല ഗൈഡൻസ് കിട്ടി. തീർച്ചയായും ഒബ്സർവേഷന്റെ, അതായത് ഞാൻ ഫസ്റ്റ് നോട്ട് ചെയ്തത്, സച്ചിൻ ഒരു ഇത് പറഞ്ഞിരുന്നില്ലായിരുന്നു, ഒരു പടം വരയ്ക്കുമ്പോൾ നമ്മള് ഈ എന്താ പറയാ, ടെന്നീസുകാരുടെ ഒരു ടെന്നീസ് കോർട്ടിൽ നമ്മൾ കളിക്കുമ്പോൾ എങ്ങനെ നോക്കിയിരിക്കണം, ആ സ്റ്റൈലിൽ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞില്ലായിരുന്നു. റഫറൻസ് പിക്ചർ നോക്കുക, നമ്മുടെ നോക്കുക, അങ്ങനെ തീർച്ചയായും അത് വളരെ യൂസ്ഫുൾ ആണ്. എനിക്കത് വളരെ യൂസ്ഫുൾ എഫക്റ്റീവ് ആയിട്ട് തോന്നി, ഫസ്റ്റ് പോയിന്റ് തന്നെ. പിന്നെ അതേമാതിരിയുള്ള ഓരോ ടിപ്സും ഉണ്ടല്ലോ, ചിലപ്പോൾ സച്ചിൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും അത്. ചിലത് നമ്മൾ റിയാലിറ്റി വർക്ക് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഭയങ്കര ചേഞ്ച്, മാജിക് ചേഞ്ച് ആണ്. ഇത് സ്മോൾ ചേഞ്ച് ക്യാൻ ബിഗ് ഡിഫറൻസ് എന്നല്ലേ, ഭയങ്കര ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഒബ്സർവേഷൻ ലെവല് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. അതിനുശേഷം പിന്നെ അന്ന് സച്ചിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ഒരു A to Z ഒരു ഹാഫ് ഡേ ആയിട്ട് എടുക്കുന്ന സമയത്ത് അഡ്വാൻസ് പോർട്രൈറ്റ് ഒന്ന് നോക്കിയോളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് നോക്കിയപ്പോൾ ആ മെഷർമെന്റ് ടെക്നിക്സിന്റെ ഇതുണ്ടല്ലോ, ആ ഐ മെഷർമെന്റ്, അത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി എനിക്ക്.
കാരണം ഞാൻ ഇപ്പൊ സച്ചിൻ പറഞ്ഞ മാതിരി ഞാൻ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും ഞാൻ ഓൾറെഡി കണ്ണുകൊണ്ട് അങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഞാൻ സച്ചിൻ പറയാനല്ല ഇവിടുത്തെ ഞങ്ങളുടെ അവിടെ മീറ്റിങ്ങുകളിലൊക്കെ ഇപ്പൊ കോവിഡിന് ശേഷം അധികം കോവിഡിനില്ല സൂം മീറ്റിംഗ്സ് ഒക്കെ ഇല്ലായിരുന്നു, സൂം ടീംസിലൊക്കെ ഇല്ലായിരുന്നു. അപ്പൊ മീറ്റിംഗ് പലതാകുമ്പോഴും മിക്കപ്പോഴും ഞാൻ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന ടേബിളിൽ. അത് എന്താ വെച്ചാൽ നമുക്ക് അല്ലാത്ത സബ്ജക്ട് വരുമ്പോ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതൊക്കെ ഒരു ഇതായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ അങ്ങനെയാണ്. പക്ഷെ അതിനുശേഷം എനിക്ക് പെൻസിൽ ഡ്രോയിങ്ങിൽ പ്രത്യേകിച്ച് ചാർക്കോള്, വൈറ്റ് ചാർക്കോള് അങ്ങനെയുള്ള ഇതൊന്നും ഞാൻ വാസ്തവം പറഞ്ഞാലോ ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല എന്ന് വെച്ചാൽ കാണിരുന്നു, അല്ലാണ്ട് മീൻസ് അത്ര ഫുൾ ഇൻവോൾവ് അല്ല. അങ്ങനെ യൂട്യൂബ്സ് കാണാൻ മീൻസ് ഒന്നാമത് സമയവും. പിന്നെ അത് മാത്രമല്ല ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ ടെക്നിക്കലും അത് അങ്ങനത്തെ ഇൻട്രസ്റ്റഡ് ആ ഫീൽഡാണ് കൂടുതലും നോക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ ടീച്ചിങ് പ്രൊഫഷൻ ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. സച്ചിന്റെ വീഡിയോസും ഞാൻ കണ്ടില്ലായിരുന്നു. ഒരു ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. അല്ലാണ്ട് വീഡിയോസ് അതിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നത്. യൂട്യൂബ് ചാനലൊക്കെ അതിന് ശേഷമാണ് ഫോളോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് എനിക്ക് പറയാനുള്ളൂ. പിന്നെ അതിലെനിക്ക് പെൻസിൽ ഡ്രോയിങ്സ് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ്, ശരിക്കും എനിക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഫീൽ ചെയ്തു. ഞാൻ എന്തായാലും ആർട്ട് വർക്ക് തീർച്ചയായും ഒന്ന് മാറ്റം. നോക്കാട്ടോ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഇതാണല്ലോ ഫസ്റ്റ് ഗ്രൂപ്പിൽ വന്നിട്ട്. അതന്നെ അതന്നെ അത് ഫസ്റ്റ്. ഗ്രൂപ്പിൽ നല്ല ആക്റ്റീവ് ആണല്ലോ. അതെ അതെ. അല്ല അത് അതിനുശേഷമാണ് ഞാൻ ഫേസ്ബുക്കും ആക്റ്റീവായി തുടങ്ങിയത്. ഓ, ഓക്കെ ഓക്കെ. നോർമലി ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് തുറന്നെങ്കിലും ഞാൻ ഇത്ര ആക്റ്റീവ് അല്ലായിരുന്നു. ഇതാണ് ഞാൻ ഗ്രിഡ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, രവിശങ്കറിന്റെ. ശരിക്കും നമ്മുടെ പെൻസിൽ ഡ്രോയിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഴ്സിൽ വന്നത് അല്ലേ? അതെ അതെ അതെ. എനിക്കും ഈവൻ ഓയിൽ ആൻഡ് വാട്ടർ കളറും ഞാൻ എൻ്റെതായിട്ടുള്ളൊരു ശൈലിയിലാണ് ചെയ്യുന്നത്. അത് കറക്റ്റ് ആണോ എന്നൊന്നും അറിയില്ല. ഇത് കണ്ടില്ലേ, അധികം മൃഗങ്ങളാണ്. നന്നായി നന്നായി ചെയ്യുന്നുണ്ട് വാട്ടർ കളർ എല്ലാം. പോർട്രേറ്റ് ഫ്രീ ഹാൻഡ് ചെയ്യുന്നതിലായിരുന്നു നമുക്കൊരു ബുദ്ധിമുട്ട് വന്നിരുന്നത് അല്ലേ സ്റ്റാർട്ടിങ്ങിൽ? അതെ 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 അതെ. അപ്പൊ എന്നാണ് വൈഫിന്റെ പടം വീണ്ടും വരയ്ക്കാൻ പോകുന്നത്? അതിപ്പോഴും തീരുമാനിച്ചിട്ടില്ല. 25ാമത്തെ പടമായിട്ട് വരയ്ക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ ഓക്കെ. അതിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. ഈ ഒരു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ റീസൺ, അത് ഏറ്റെടുത്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? 25 തീർച്ചയായും. പോർട്രേറ്റ് വരയ്ക്കാനുള്ള പ്ലാൻ ആയിരുന്നല്ലോ, അതെ അതെ അതെ. അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തോ? തീർച്ചയായും. അതായത് ഇപ്പോ ഞാൻ അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പോർട്രേറ്റിൽ കുറച്ചും കൂടി എൻ്റെ വിഷയം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് കോൺഫിഡന്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും സൈഡിലോ ലൈവ് സീൻസ് ക്രിയേറ്റീവ് വരയ്ക്കുക പ്ലസ് പോർട്രേറ്റ് ലൈവായിട്ട് വരയ്ക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ്, അങ്ങനത്തെ ഒരു ഇതിലേക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലൈവ് സീൻസ് വരയ്ക്കാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കണ്ടീഷനിലും നമുക്ക് അവിടെ പോകാൻ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്തായാലും പോർട്രേറ്റ് വെച്ച് തുടങ്ങാന്ന് വിചാരിച്ചു. അതും ഞാൻ ഉദ്ദേശിക്കുന്നത് മീൻസ് അൺനോൺ പേഴ്സൺസിന്റെ, സെലിബ്രിറ്റീസ് അല്ലാണ്ട് പോർട്രേറ്റ് വരച്ചു തുടങ്ങാം. അപ്പോഴാണ് കുറച്ചും കൂടി ടഫസ്റ്റ് ആയി. അപ്പൊ ഞാൻ എന്റെ കൊളീഗ്സ് തന്നെ വെച്ച് തുടങ്ങി. അവരാകുമ്പോ പിന്നെ കുഴപ്പമില്ല, അധികം അറബികളാണ്, അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തുടങ്ങി, ഒരു ചാലഞ്ച് മാതിരി തുടങ്ങിയത്. അപ്പോ അന്ന് ഞാൻ ആ ഒരു ശിവന്റെ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അന്ന് സച്ചിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേപ്പർ ചേഞ്ച് ചെയ്താൽ നന്നായിരിക്കും. എന്നിട്ട് ഞാൻ ആമസോണിൽ നിന്ന് മറ്റേ ഇതിന്റെ ഐവറി ഷീറ്റ് വാങ്ങി. അങ്ങനെയാണ് ഐവറി ഷീറ്റിലാണ് തുടങ്ങിയത്. അപ്പൊ ഫസ്റ്റ് തുടങ്ങിയപ്പോ എൻ്റെ കയ്യിൽ എന്താ പറയുക, പ്രത്യേകിച്ച് ടൂൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പോർട്രേറ്റ് വാട്ടർ കളറിൽ തന്നെ ചെയ്തത്. പിന്നെ അതെനിക്ക് ആൾക്കൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടി, ഞാൻ എല്ലാവർക്കും അവർ കൊടുക്കുന്നുണ്ട്. ആളെന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ആയി പോവുകയായിരുന്നു, വേറെ ലൊക്കേഷനിലേക്ക്, ഞങ്ങളുടെ കമ്പനിയിലാണ്. അപ്പൊ എന്തായാലും ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു മാത്രം. ഐവറി ഷീറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഐവറി ഷീറ്റ് എനിക്ക് നല്ല കംഫർട്ടബിലിറ്റി തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച്
നമ്മളുടെ പെയിന്റിങ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഈ കളർ, എന്താ പറയുക, ഷെയ്ഡിങ് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് തോന്നുന്നുണ്ട്. നല്ലൊരു തന്നെയാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന പെൻസിൽസ് ഒരു ചൈനയുടെ പെൻസിൽസ് ആണ്. അതായത് ഞാൻ അവിടെ നിന്ന് വാങ്ങിയപ്പോൾ അവിടെ ഒരു ഈ എല്ലാ മാസവും വരുമ്പോൾ ഒരു ഷോപ്പിംഗ് ചെയ്തപ്പോൾ അങ്ങനെ വാങ്ങിയത്. പക്ഷെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പെൻസിലായിട്ട് തോന്നിട്ടോ. വളരെ ചീപ്പുമാണ്. ഏകദേശം 200 റുപ്യ വരുന്നുള്ളൂ. എല്ലാ കളറുകളും ഉണ്ട്. എന്നാൽ നല്ല കളറും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ആർട്ട് ഒന്നും വാങ്ങിയിട്ടില്ല അതുവരെ. അങ്ങനെ പോകുന്നുണ്ട്. പെൻസിൽ ക്വാളിറ്റി കുഴപ്പമില്ല. ഞാൻ ഡ്രോയിങ് ചെക്ക് ചെയ്യുമ്പോൾ പെൻസിലിന് ഇഷ്യൂ ഒന്നുമില്ല. നല്ല പെൻസിൽ തന്നെ. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ കറക്റ്റ് ട്രാക്കിലാ പോകുന്നത്. പിന്നെ ആ ഒരു ചലഞ്ച് എടുത്തത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം നമുക്ക് ലേണിങ്ങിൽ എപ്പോഴും ഒരു ലക്ഷ്യം ഉണ്ടെങ്കിലാണ് ഇത് നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് മുന്നോട്ട് ഒരെണ്ണം പോകാൻ. കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അടുത്തത്. കണ്ടിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. അതായത് കോഴ്സിൽ ഓക്കെ. വന്ന ടൈമിൽ വരച്ചതും കുറച്ച് കഴിഞ്ഞപ്പോൾ വരച്ചതും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാനായിട്ടേ. പോർട്രേറ്റിൽ അപ്പോൾ ആദ്യം നമുക്കുണ്ടായിരുന്ന ഇഷ്യൂ ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് അതെ. കറക്റ്റ് ഷെയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബെറ്ററായി വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇനി ആ ചലഞ്ച് കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്യുമ്പോൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. മുൻപ് വരച്ചിനേക്കാളും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. അതെ. പിന്നെ കഴിഞ്ഞ വീക്കിലി മീറ്റിംഗിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് ട്രാവലിംഗ് ആയിരുന്നു. അതിന്റെ റെക്കോർഡിംഗ് ഒന്ന് കണ്ടോളൂ. അത് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ അതിൽ പറയുന്നുണ്ട്. അതായത് വളരെ ഓക്കെ. ലൈറ്റ് ടോൺസ് ഉള്ള ഫോട്ടോ ആണെങ്കിൽ ഈ ഷെയ്ഡ് ശരിക്കും ഇവിടെ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കുറച്ചും കൂടി കൂടുതൽ അതെ അതെ. ഫോട്ടോ ഒന്ന് കുറച്ചും കൂടി ഒന്ന് എക്സ്പോഷർ കുറച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ടൈം അതൊന്ന് ട്രൈ ചെയ്തോളൂ. ബെറ്റർ ആവും. ഓക്കെ. വേറെ ഇഷ്യൂ ഒന്നുമില്ല. ചെയ്യുന്ന മെത്തേഡ് എല്ലാം കറക്റ്റ് ആണ്. ഇപ്പൊ ടൂൾ അപ്ഗ്രേഡ് ചെയ്യണ്ട. കുറച്ചും കൂടി കഴിയുമ്പോൾ ഞാൻ പറയാം. നമുക്കിനി ബ്ലെൻഡിങ് സ്റ്റംപ് എടുക്കാനുണ്ട്. പിന്നെ അത് കഴിയുമ്പോഴാണ് അടുത്ത സെറ്റ് ഓഫ് ടൂൾസിലോട്ട് വരിക. ഇപ്പൊ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സിലെ മെഷർമെന്റ് കറക്ഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതിലെ പ്രാക്ടീസ് കുറച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓട്ടോമാറ്റിക്കലി ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബെറ്റർ ആയി വരും. പക്ഷെ സ്പീഡ് കൂട്ടണമെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ചെറിയ ഡിഫറൻസ് ഇത് കണ്ട്, ചെവിയുടെ ഈ സൈസിൽ ഒരു കുഞ്ഞ് ഡിഫറൻസ് ഉണ്ട്. അത് നമുക്ക് ശരിയാക്കാൻ പറ്റും. ഇഷ്യൂ ഒന്നുമില്ല. പെയിന്റിങ് ഇപ്പൊ ചെയ്യാറുണ്ടോ? അതോ പെയിന്റിങ് നിർത്തിയോ? പെയിന്റിങ് ഇപ്പൊ ഇത് ചെയ്തു. സച്ചിന്റെ ബർത്ത്ഡേക്ക് വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന്. പെയിന്റിങ് സ്റ്റോപ്പ് ചെയ്യരുത് കേട്ടോ. പെയിന്റിങ് ഇതിന്റെ ഒപ്പം തന്നെ കണ്ടിന്യൂ ചെയ്യണേ. അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. പോർട്രേറ്റ് ചെയ്താലും മതി. കുറച്ചൊരു പോർട്രേറ്റ് ഡ്രോയിങ് എത്തുന്ന സമയത്ത് അടുത്തൊരു പോർട്രേറ്റ് ഒരു പെയിന്റിങ് ആക്കിയാലും മതി. നമുക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് പോർട്രേറ്റ് ആയിരുന്നു. അത് ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. ഇതിന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബെറ്റർ ആയി വരും. അതാണ് എനിക്ക് അത് മാത്രമാണ്. പിന്നെ അതേമാതിരി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഞാൻ വരയ്ക്കുമ്പോൾ അധികം അത് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. ഭയങ്കര ടൈം കൺസംഷൻ ഉണ്ട്. ഞാൻ അങ്ങനെ ടൈം ഇത് ചെയ്യാറില്ല. പക്ഷെ ഞാൻ പതുക്കെ ശ്രദ്ധിച്ചിട്ടേ ചെയ്യാറുള്ളൂ. അത് ഇമ്പ്രൂവ് ചെയ്യണം. അത് ബൈ പ്രാക്ടീസിലാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ അതേമാതിരി ലൈവ് സീൻസ് വരയ്ക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം ആയിട്ടുള്ളത്. വാട്ടർ കളർ ആണെങ്കിലും അങ്ങനത്തത്, ഫാസ്റ്റ് ആയിട്ടുള്ള വാട്ടർ കളർ ഇതല്ലേ, വാഷിംഗ് ടൈപ്പുള്ള പെയിന്റിങ്സ് ഒക്കെ. ഞാൻ അങ്ങനത്തെ പെയിന്റിങ്സ് നോക്കിയിട്ട് വാട്ടർ കളർ ചെയ്യുമ്പോൾ പോലും എനിക്ക് വാഷിംഗ് എഫക്റ്റ് വരാറില്ല. മീൻസ് വാഷിംഗ് ആയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഡീറ്റെയിലിങ് 1 by 1 ആയിട്ട് ഡീറ്റെയിൽഡ് കറക്റ്റ് ചെയ്തിട്ടാണ് ചെയ്യാറ്. ഫിനിഷ് ചെയ്തിട്ടാണ് ചെയ്യാറ്. അതിന്റെ കംപ്ലീറ്റ് വാഷ് ചെയ്ത് നെക്സ്റ്റ് ലെയറിൽ അങ്ങനെ ഞാൻ ചെയ്യാറില്ല. പക്ഷെ 1-2 അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറെ ടെക്നിക്ക് നോക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഗോൾ എന്താണെന്നൊരു ചോദ്യമുണ്ട്. അത് ബേസ്ഡ് ആയിരിക്കണം ലേണിംഗ് നടത്താനായിട്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഗോള് ലൈവായിട്ട് ഒരാൾ നിൽക്കുന്നത് നോക്കി വരയ്ക്കുന്നതാണ് നമ്മുടെ ഗോളെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് സ്പീഡിൽ ചിത്രം വരയ്ക്കാനാണ്. നേരെ തിരിച്ച് നമ്മുടെ ഗോൾ ഒരു ഫോട്ടോ നോക്കി റിയലിസ്റ്റിക് ആയിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് സ്ലോ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ടൈം എടുത്ത്, എന്നാൽ മാത്രമേ റിയലിസ്റ്റിക് ആയിട്ട് വരുള്ളൂ. ഈ വാട്ടർ കളറിലോട്ട് വരുമ്പോഴും നമ്മുടെ ഗോള് റിയലിസ്റ്റിക് ആണ് ആവശ്യമെങ്കിൽ ഇപ്പൊ ചെയ്യുന്ന മെത്തേഡ് പെർഫെക്റ്റ് ആണ്. അതിൽ മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ഗോള് ഔട്ട്ഡോർ ഒക്കെ പോയിരുന്ന് ആ സീൻ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന
ഫസ്റ്റ് വാഷ്, സെക്കൻഡ് വാഷ്, തേർഡ് വാഷ് മെത്തേഡിലോട്ട് എടുക്കേണ്ടി വരും. ഓക്കെ. അതല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത് മെയിനായിട്ട് എനിക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് അങ്ങനെ ഒരു ഇല്ല ഇങ്ങനെ ചെയ്ത് ഇപ്പൊ നമ്മള് ഡീറ്റെയിലിംഗ് ആയിട്ട് നല്ല ഡീറ്റെയിലിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്ലോയില് പ്രോസസ് ചെയ്തിട്ട് നമുക്ക് മറ്റേലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ സ്റ്റൈല് തീർച്ചയായിട്ടും നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. ഞാനിപ്പോ നേരെ തിരിച്ചാ ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി വാട്ടർ കളർ ചെയ്യുന്നത് കുറച്ചും കൂടി ഈ പറയുന്ന പോലെ വാഷ് ബേസറാ ചെയ്യാറ്. ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നേരെ തിരിച്ചാ, റിയലിസ്റ്റിക് ആയിട്ട് പോർഷൻ ബൈ പോർഷൻ റിയലിസ്റ്റിക്. എടുത്തിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്വിച്ച് ചെയ്യാം, നമ്മുടെ ഇഷ്ടമാണ്. അത് സ്വിച്ച് ഓക്കെ. ചെയ്യുകയും വേണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സ്റ്റൈല് ഒരേ മെത്തേഡ് ഫോളോ ചെയ്ത് നമുക്കത് മടുക്കും. അതിന്റെ അപ്പുറം നമുക്ക് കടക്കാൻ അതന്നെ പറ്റില്ല, അതന്നെ ഗ്രോത്ത് ഇല്ലാത്ത പോലെ തീർച്ചയായും. തോന്നും. അപ്പൊ കുറച്ചൊന്ന് എത്തിക്കഴിയുമ്പോൾ മെത്തേഡ് മാറ്റാം, ടൂള് മാറ്റാൻ പറ്റും. വാട്ടർ കളർ മടുക്കുന്ന സമയത്ത് അക്രലിക്കിലോട്ട് കിടക്കാം. അതെ ഇതൊരു ജേണി ആണല്ലോ, ഇതിൽ എൻഡിങ് ഇല്ല. വാട്ടർ കളർ മാത്രം പഠിച്ചതിൽ അതെ അതെ. പെർഫെക്ഷൻ ഇപ്പോ വരുത്തുന്ന ഒരു ആ പരിപാടി ഇതിനകത്തില്ല. കറക്റ്റാണ്. എനിക്ക് ആ ഓയിൽ കളറിന്റെ ഞാൻ എൻ്റെ മുന്നിലത്തെ പെയിന്റിംഗ് ഇല്ലേ, ഉം. ഒരു ഓയിൽ കളറിന്റെ പെയിന്റിങ്, ആ ഫ്രൂട്ട്സിന്റെ ഒക്കെ ഒന്ന് ആ. നോക്കിയ ആ അത് നന്നായിട്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റിയിരുന്നു. ഉം. പക്ഷെ ഓയിൽ കളറിന്റെ എന്ന് വെച്ചാൽ ഒന്നാമത് ഡ്രൈയിങ്ങിന്റെ ഇത് ഞാൻ ഡ്രൈ ഓയിലൊക്കെ പിന്നെ യൂസ് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ അത് എന്താ പറയാ, അത് സെറ്റപ്പ് ചെയ്യാനുള്ളൊരു ടൈം, നമുക്കൊരു സെറ്റപ്പിന്റെ ഒരു ഇത് വേണ്ടി വരില്ലോ. അങ്ങനെയാണ് ഞാൻ ഈ കോവിഡ് ടൈമിൽ വാട്ടർ കളറിൽ ചേഞ്ച് ചെയ്തത്. വാട്ടർ കളർ ആകുമ്പോൾ നമുക്ക് ഈസി അവൈലബിൾ ആണല്ലോ കുറച്ചും കൂടി. അപ്പൊ അങ്ങനെ വാട്ടർ കളർ ചേഞ്ച് ചെയ്തു. ഓയിൽ കളറിന് ശേഷം ഞാൻ എന്താ പറയാ, അക്രലിക്കും അത്യാവശ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല സീൻസ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും നല്ല ഫൈനായിട്ട് ഡീറ്റെയിലിംഗ് ഞാൻ കുറെ ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഉം. അപ്പോൾ ഉം. പക്ഷെ എനിക്ക് മറ്റതൊരു വിഷാണ് എൻ്റെ കയ്യിൽ. മീൻസ് ഇത് ഡീറ്റെയിലിംഗ് പ്രാക്ടീസ് ചെയ്ത് ഒരുവിധം കോൺഫിഡൻ്റ് ആയ പതുക്കെ നമുക്ക് മറ്റേക്ക് സ്വിച്ച് ഓവർ ചെയ്യാൻ പറ്റുമെന്നാണ് ലൈവ് ഡ്രോയിങ്സിലും. ഇത് സെറ്റ് ചെയ്താൽ മതി. ഈ ഒരു വർഷം എന്തിലാ ഫോക്കസ്, അല്ലെങ്കിൽ ഒരു 6 മാസം എന്തിൽ, ഞാൻ അങ്ങനെ ചെയ്യാറ്. ഒരു 6 മാസം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് അടുത്ത 6 മാസം അടുത്ത കാര്യത്തിലോട്ട് സ്വിച്ച് ചെയ്യും. അല്ലെങ്കിൽ ഇതിന് എൻഡ് എന്ന് പറയുന്ന പരിപാടി ഇല്ല. കുറെ സ്റ്റുഡൻസിന് വിചാരമുണ്ട് ഞാനിപ്പോ ഇല്ല ഇല്ല ഡ്രോയിങ് ഇല്ല കോഴ്സിൽ തീർച്ചയായും. ജോയിൻ ചെയ്ത് ഇത് ഇല്ല ഇല്ല അടിപൊളി ഇല്ല അങ്ങനെ എൻഡ് ഇല്ലല്ലോ. ഇത് ഇല്ല ഇല്ല. എത്ര വരച്ചാലും വീണ്ടും എനിക്കറിയാം. നമുക്ക് അങ്ങോട്ട് വരയ്ക്കാനുണ്ട്. അതെ. അല്ല അതാ ഈവൻ പ്രശ്നം. എന്റെ പ്രൊഫഷനും അതെ. ഇപ്പൊ നമ്മള് ടെക്നിക്കൽ ഫീൽഡ് ആണെങ്കിലും അതെ, ഞാനും എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ. നിങ്ങളുടെ ഇൻസ്ട്രുമെന്റേഷൻ ഡേ ബൈ ഡേ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ല. അത് നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് എപ്പോഴും ട്രെയിനിങ്ങുകളും കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനത്തെ കൺസെപ്റ്റിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അതായത് പിന്നെ ഈ ഓയിൽ അത് പെയിന്റിന്റെ എൻ്റെ ഒരു കാര്യം പറഞ്ഞതേ, ഓയിൽ പെയിന്റിന്റെ അകത്ത് കുറച്ച് തിയറി പാർട്ട് ശരിക്കും പഠിക്കാനുണ്ട്. അതായത് ഇപ്പോ ഓക്കെ. എങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഡ്രൈയിങ് ടൈം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിലോട്ട് ഡയറക്റ്റ്ലി മണ്ണെണ്ണ അല്ലെങ്കിൽ ടർപ്പൻ്റെയും മിക്സ് ചെയ്യാം പെയിന്റിന്റെ അകത്തോട്. ഡ്രൈയിങ് ടൈം ഓ. ഭയങ്കരമായിട്ട് കുറയും. പക്ഷെ അങ്ങനെ ചെയ്ത് ആ കഴിഞ്ഞാൽ ക്രാക്ക് ഉണ്ടാവും. ഇപ്പൊ ആ ക്രാക്ക് ഉണ്ടാവാതിരിക്കാനായിട്ട് ലെയർ ബൈ ലെയർ ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. ഏറ്റവും ഓ. താഴത്തെ ലെയറിൽ ഇത്ര രീതിയിൽ ഇത്ര ക്വാണ്ടിറ്റി ടർപ്പൻറ്റൈൻ, അതിന്റെ മുകളിൽ പ്യുവർ പെയിന്റ്, അതിന്റെ മുകളിൽ മണ്ണ്, ഓക്കെ അതിന്റെ ഓക്കെ. മുകളിൽ ലിൻസീഡ് ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ക്ലിയർ ആവുന്ന എനിക്ക് തോന്നുന്നത് പെയിന്റിങ്ങിന്റെ കേസിൽ. അപ്പോൾ അങ്ങനെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ലതാണ്. അതിന്റെ ടെക്നിക്കാലിറ്റീസ് ഒക്കെ പഠിച്ച് ചെയ്യുന്നത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. വാട്ടർ കളറിലാണെങ്കിലും ഇത് ലെയർ ബൈ ലെയർ ചെയ്യണതിന്റെ ഒരു റീസൺ ഉണ്ട്. റീസൺ അറിഞ്ഞു ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതന്നെ ഇപ്പം അതന്നെ അത് തന്നെ. ഇപ്പൊ നമ്മള് എന്നെ സംബന്ധിച്ചിടത്തോളം വാട്ടർ കളർ ആണെങ്കിലും ഓയിൽ കളർ ആണെങ്കിലും ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു ശൈലിയിൽ ചെയ്യിടും, അത്രേ ഉള്ളൂ. അതിന്റെ എന്താണ് അതിന്റെ ടെക്നിക്കലോ അതിന്റെ ബേസിക് എന്തോ എനിക്കറിയില്ലായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഇപ്പോൾ ഈ ഹോൾ ഓഫ് ഫെയിമിലോട്ട് വരുന്ന എല്ലാ സ്റ്റുഡൻസിന്റെയും 12 മന്ത് ഗോള് ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ടോ, ഇപ്പൊ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് എളുപ്പമായിരിക്കും. വെറുതെ ഒരു ലക്ഷ്യമില്ലാതെ പഠിച്ചു പോകുന്ന സ്റ്റുഡൻസിനേക്കാളും ഒരു ലക്ഷ്യം വെച്ച് പഠിച്ചു പോകുന്ന സ്റ്റുഡൻസിനെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് അടുത്തൊരു 12 മാസം നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ ജോലിയുടെ കാര്യങ്ങളൊക്കെ അറിയാലോ, അതൊക്കെ വെച്ചിട്ട് അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ആർട്ടിൽ നമുക്ക് എന്ത് ഗോളാണ് സെറ്റ് ചെയ്യാൻ പറ്റുക? ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് പോർട്രേറ്റില് 25 പെയിന്റിങ് 25 എണ്ണം ചെയ്യുമ്പോഴേക്കും ഒരുവിധം അത്യാവശ്യം ഒരു ലെയറിലേക്ക് വന്നിരും എന്ന് വിചാരിക്കുന്നു. പിന്നെ അതിലൂടെ തന്നെ അപ്പൊ ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഇനി പെൻസിൽ ഡ്രോയിങ് കളർ പെൻസിൽസ് ഇല്ലേ, അതും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലും റിയലിസ്റ്റിക് കളർ പെൻസിൽസ് ഡ്രോയിങ്സ് ചെയ്യണം എന്നാണ് ഒരു
കൺസെപ്റ്റിലേക്കാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റിയലിസ്റ്റിക് കളർ പെൻസിൽസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതേമാതിരി ഇതിൻ്റെ ടൂൾസിലും അത്യാവശ്യം ഇപ്പോൾ ഞാൻ സ്റ്റംപിംഗ് ടൂള് ചെറുതായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് അത്യാവശ്യമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ മോണോറൈസും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു പെർഫെക്ഷനിലേക്ക് വരുമെന്ന് വിചാരിക്കുന്നു. 10-25 ഉണ്ടാകുമ്പോഴേക്കും ഒരുവിധം ഇതാവുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ പെൻസിൽ ഡ്രോയിങ്സും നന്നായിട്ട് ഒരു മെഷീൻ ചെയ്തിട്ട് അതിന് ശേഷം പിന്നെ വാട്ടർ കളറിൻ്റെ, അതായത് ഈ 1 ഇയറിൻ്റെ ഉള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൊരു, ഇതിൽ നമുക്കൊരു കോൺഫിഡൻറ്റ് ലെവൽ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഇപ്പൊ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോർട്രേറ്റ് ഇപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് എൻ്റെ ഒരു വിഷ് 26ാമത്തെ വൈഫിന്റെ പോർട്രേറ്റ് വരച്ചു കൊടുക്കണം. എന്നിട്ട് പറയണം ഞാൻ പ്രൂവ് ചെയ്തു കൃത്യമായിട്ട് വരയ്ക്കുന്നുണ്ടെന്ന് പറയണം. അത് പെർഫെക്റ്റ് ആയിട്ടൊരു സാധനം വരച്ചു കൊടുക്കും. പരാതി നമുക്ക് തീർക്കാം. അതിന് ഞാൻ ഹെൽപ്പും ചെയ്യാം കേട്ടോ. അതിന്റെ ഓരോ സ്റ്റെപ്പ് എനിക്ക് അയച്ചു തരണമെങ്കിൽ ഞാൻ ഹെൽപ്പും ചെയ്തു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കളർ പെൻസിലോട്ട് കടക്കാം. അപ്പോ ഏകദേശം എന്തായാലും 1 ഇയറിന്റെ അകത്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമല്ലോ അല്ലേ? തീർച്ചയായും. അപ്പൊ താങ്ക് യു. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഡ്രോയിങ് കണ്ടിന്യൂ ചെയ്തോളൂ. താങ്ക് യു വെരി മച്ച്. ഏതായാലും ഇങ്ങനത്തെ ഒരു, ഞാൻ പറയാച്ചെങ്കിൽ സച്ചിനമാതിരി അങ്ങനത്തെ ഒരാളെ കാണുന്നത് അല്ല ഉണ്ട്, പക്ഷെ അങ്ങനത്തെ ഒരു കമ്മിറ്റഡും, അതായത് ഒരു പാഷനായിട്ട് എടുത്തിട്ട് ചെയ്യുന്നതുണ്ടല്ലോ. ടീച്ചിങ് ആണെങ്കിലും ഒരു പാഷനായിട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ലൈഫ് ഈസി ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ഇപ്പം ഞാൻ ജോലി ടെക്നിക്കൽ ഫീൽഡ് ആണെങ്കിൽ ഞാൻ അതൊരു പാഷനായിട്ട് എടുത്തേക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് ജോലി സമയത്ത് ഞാൻ റിലാക്സ്ഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വളരെ ഒരിക്കലും തീർച്ചയായും വിജയിക്കും. എല്ലാവിധ ഭാവങ്ങളും തരുന്നു. ഏത് ലൈഫിലത് ഐ തിങ്ക് യു ക്യാൻ അച്ചീവ് എവരിത്തിങ്. താങ്ക് യു.